ആടുമോഷ്ടാക്കൾ സിസിടിവിയിൽ കുടുങ്ങി. അമ്പലവയൽ ആയിരംകൊല്ലിയിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവം. കൂടിന് സമീപമുള്ള സിസിടിവിയും മോഷ്ടാക്കൾ തകർത്ത നിലയിലാണ്. മോഷ്ടാക്കൾക്കായി അമ്പലവയൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അമ്പലവയൽ ആയിരംകൊല്ലി സ്വദേശി വർഗീസിന്റെ ആടിനെയാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടെ മോഷ്ടാക്കൾ കാറിലെത്തി കടത്തിക്കൊണ്ടുപോയത്. 1 മാസം മുൻപ് വർഗീസിന്റെ ഒരു ആടും താറാവുകളും മോഷണം പോയതിനെ തുടർന്ന് പോലീസ് നിർദ്ദേശപ്രകാരം സിസിടിവി സ്ഥാപിക്കുകയായിരുന്നു. ഇതോടെയാണ് മോഷ്ടാക്കൾ കുടുങ്ങിയത്. കൂടിന് സമീപമുള്ള സിസിടിവിയും മോഷ്ടാക്കൾ തകർത്ത നിലയിലാണ്. 1 മാസം മുൻപ് സമീപത്തെ വീട്ടിലെ ആടും മോഷണം പോയിരുന്നു. ഒരു പ്രാവശ്യം ഒരാടിനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഒരു 2 താറാവിനെ കൊണ്ടുപോയി അതിൻ്റെ അകത്തുണ്ടായിരുന്നത്. പിന്നെ പോലീസ് സ്റ്റേഷനൊക്കെ പരാതി കൊടുത്തു. അവർ പറഞ്ഞു ക്യാമറ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ക്യാമറ വെച്ചുകൊണ്ടിരുന്നു. ഇന്നലെ രാത്രിയിൽ ക്യാമറ പൊട്ടിച്ച് 2 ആൾ വന്ന് കയറി ഒരാടിനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പോലീസുകാർ വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ക്യാമറ പൊട്ടിയ കഷ്ണങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ മറ്റു ക്യാമറകളൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു ഷിഫ്റ്റ് കാറിലാണ് ആൾ വന്ന് ഇറങ്ങിയതും അടുത്ത വീട്ടിലെ 2 നൈറ്റിയും ഒരു ബെഡ്ഷീറ്റും തലയിൽ കെട്ടിയാണ് ഈ ആടിൻ്റെ അടുത്തേക്ക് വരുന്നത്. അത് ക്യാമറയിൽ കാണാം. അത് കഴിഞ്ഞ് ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയി ക്യാമറ പൊട്ടിക്കുന്നത് ഒരെണ്ണം. മറ്റു ക്യാമറയിൽ അവർ ഇറങ്ങിപ്പോകുന്നു. ആടിനെ വലിച്ച് റോഡിൻ്റെ ആ സൈഡിൽ മെയിൻ റോഡിലേക്ക് കൊണ്ടുവരുന്നത് കുറച്ചപ്പുറം അവിടെ ഇറങ്ങിപ്പോകുന്നു. വണ്ടി ഒരു കാറ് വരുന്നുണ്ടായിരുന്നു ഷിഫ്റ്റ്, അതിലാണ് പോകുന്നത് കണ്ടത്. അങ്ങനെ ക്യാമറ കാണുന്നത്. അമ്പലവയൽ SI രാംജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി സിസിടിവി പരിശോധിച്ചു. പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, അമ്പലവയൽ.